DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണം തള്ളി ഇന്റലിജൻസ് വിഭാഗങ്ങൾ. കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മൃഗബലി നടന്നിട്ടില്ലെന്ന് കണ്ടെത്തൽ. അന്വേഷണം നടത്തിയത് കേരള, കർണാടക ഇന്റലിജൻസ് വിഭാഗങ്ങൾ. മൃഗബലി ആരോപണത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്ന് പറഞ്ഞിട്ടില്ല. പൂജ നടന്നത് ക്ഷേത്രത്തിന് 15 കിലോമീറ്റർ അകലെ സ്വകാര്യ സ്ഥലത്തെന്നും ശിവകുമാർ. DK ശിവകുമാർ ഉന്നയിച്ചത് വലിയ ആരോപണമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. പ്രാഥമിക അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. മറ്റിടങ്ങളിൽ മൃഗബലി നടന്നോ എന്നതിൽ അന്വേഷണം നടക്കുന്നതായും മന്ത്രി. അതിലൊന്നും തന്നെ അങ്ങനെ ക്ഷേത്ര പരിസരത്തുമായിട്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള കിട്ടിയ റിപ്പോർട്ട്. ദേവസ്വം ബോർഡ് തന്നെ കൃത്യമായി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നുള്ളത് അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കാരണം മൃഗബലി നടത്താൻ പാടില്ല എന്നുള്ളത് 1968 നിയമം തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നമ്മൾ പരിശോധിക്കുന്നതാണ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ജാമ്യത്തിൽ വിട്ടു. അന്വേഷണ സംഘത്തിന് മുന്നിൽ കുറ്റങ്ങൾ നിഷേധിച്ച അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും പോലീസിന് മുന്നിൽ ഹാജരായത് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി. ഇടുക്കിയിൽ പലയിടത്തും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. കരിപ്പിലങ്ങാട് വീടിന് സമീപം മണ്ണിടിഞ്ഞു വീണ് യുവതിക്ക് പരുക്ക്. തൊടുപുഴ പുലിയൻമല പാതയിൽ കാറിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി. എറണാകുളത്ത് ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ ആലുവയിൽ അടക്കം വെള്ളക്കെട്ട്. കോഴിക്കോട് കക്കയം 28-ാം മൈലിൽ ഉരുൾപൊട്ടൽ. കളത്തിങ്ങൽ മുജീബിന്റെ വീടിന് സമീപത്താണ് ഉരുൾപൊട്ടിയത്. 70ഓളം കവുങ്ങുകളും കോഴി ഫാമും തകർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വിധി എഴുതുന്നു. നരേന്ദ്രമോദിയുടെ വാരാണസി ഉൾപ്പെടെയുള്ള താരമണ്ഡലങ്ങളിൽ പോളിംഗ്. മണിപ്പൂരിൽ ദുരിതം വിതച്ച് റമാൽ ചുഴലിക്കാറ്റ്. കനത്ത മഴയും വെള്ളപ്പൊക്കവും. വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. അടിയന്തര ദുരിതാശ്വാസത്തിന് സൈന്യത്തെ വിന്യസിച്ച് മണിപ്പൂർ സർക്കാർ. മണിപ്പൂർ ജനതയ്ക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കെത്തിയ 6 ജവാന്മാർ മരിച്ചു. 23 പേർക്ക് ദേഹാസ്വാസ്ഥ്യം. മരണം മസ്തിഷ്കാഘാതത്തെ തുടർന്ന്. ഗുരുതര സാഹചര്യമെന്ന് വിലയിരുത്തൽ. ഡൽഹി ജലക്ഷാമത്തിൽ പോരടിച്ച് മുന്നണികൾ. പരസ്പരം പഴിചാരി ആം ആദ്മി പാർട്ടിയും BJPയും. ഹരിയാന സർക്കാരിനെതിരെ ആം ആദ്മി പാർട്ടി MP അതീഷി. ഡൽഹിക്ക് അവകാശപ്പെട്ട ജലം അനുവദിക്കുന്നില്ലെന്ന ആരോപണം. ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകും. CPO KF ജോസഫിന്റെ മുൻകാല പ്രവൃത്തികൾ അന്വേഷിക്കാൻ നിർദ്ദേശം. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാനും നിർദ്ദേശം. ക്യാബിൻ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ DRI അന്വേഷണം നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചു.
എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂ സുഹൈൽ താനലോട് 10 വർഷത്തിനിടെ കടത്തിയത് 30 കിലോ സ്വർണം. ഒരു തവണ സ്വർണം കടത്തുമ്പോൾ ലഭിക്കുന്നത് 2 ലക്ഷം രൂപ. സുഹൈലിനെ സ്വർണ്ണക്കടത്തിന് സഹായിച്ചത് 5 എയർ ഹോസ്റ്റസ്മാർ എന്നും കണ്ടെത്തൽ. ആലുവയിൽ ഓട്ടോറിക്ഷയിൽ കെട്ടിയ വടത്തിൽ കുരുങ്ങി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കേസെടുത്തു പോലീസ്. ഓട്ടോറിക്ഷ ഉടമയെയും ഡ്രൈവറെയും പ്രതി ചേർത്തു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിൽ. എറണാകുളം വൈറ്റിലയ്ക്ക് സമീപം വാഹനാപകടം. 3 വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. ആർക്കും പരുക്കില്ല. രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുകയാണ് ലക്ഷ്യം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനം. വയനാട് ചെമ്പ്ര പീക്ക് ഇക്കോ ടൂറിസം ഫണ്ട് തിരിമറിയിൽ നടപടി. BSS സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി DFO മാർട്ടിൻ ലോവലിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്കിൽ വീണ് തൊഴിലാളികൾ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസ്. ഹോട്ടൽ ഉടമയുടെയും കെട്ടിട ഉടമയുടെയും മൊഴി രേഖപ്പെടുത്തും. കേസെടുത്തത് ചേവായൂർ പോലീസ്. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗമരണം. മരിച്ചത് അഗളി മേലെ കണ്ടിയൂർ സ്വദേശിനി സൗമ്യ. മരണം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP. ആവശ്യം ഉന്നയിച്ചത് കൊല്ലം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരിട്ടെത്തി പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നതിന് ശേഷം. ജില്ലയിൽ ക്യാമ്പുകളിൽ എത്തുന്ന ദുരിതബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. തൃശൂർ കുന്നംകുളത്ത് ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി പ്രസാദിന് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും. വിധി കുന്നംകുളം പോക്സോ കോടതിയുടേത്. കേസിനാസ്പദമായ സംഭവം 2013. ഭാര്യയും ആൺസുഹൃത്തും ചേർന്ന് ഭർത്താവിനെ ആക്രമിച്ചു. കാക്കനാട് സ്വദേശി സിജു ആണ് ആക്രമണത്തിനിരയായത്. ഹെൽമറ്റ് കൊണ്ടുള്ള മർദ്ദനത്തിൽ മുഖത്ത് പരുക്കേറ്റു. കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും പ്രതിസന്ധി. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് മുതലിൽ നിന്ന് പ്രതിമാസം നൽകുന്നത് 1000 രൂപ മാത്രം. ആവശ്യത്തിൽ കൂടുതൽ ജീവനക്കാരെ ജോലിക്ക് നിയോഗിച്ചതായും ആക്ഷേപം. ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒഡീഷയിൽ സേനയുടെ റൂട്ട് മാർച്ച്. സുരക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്ന് അധികൃതർ. സംസ്ഥാനത്ത് 6 മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. എട്ട് ദിവസത്തിനിടെ 3 തവണ എവറസ്റ്റ് കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ ദവേ ഫിൻചോക് ഷെർപ്പ. വിശ്രമത്തിന് ശേഷം അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുമെന്ന് പ്രതികരണം. സാമ്പത്തിക വെല്ലുവിളി മറികടന്നത് സ്പോൺസർമാരിലൂടെയെന്നും ദവേ ഫിൻചോക്. M. സ്വരാജിനെ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററായി നിയമിക്കും. തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് M. സ്വരാജ്. ഡൽഹി റെയിൽവേ സ്റ്റേഷന് സമീപം സംശയകരമായ വസ്തുക്കൾ കണ്ടെത്തി. സ്ഫോടക വസ്തുക്കൾക്ക് സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയത് സ്റ്റേഷന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ. ഡൽഹി പോലീസ് പരിശോധന നടത്തി. ഗസയിൽ സമാധാനം പുലരാൻ പരിശ്രമിക്കുകയായിരുന്നുവെന്ന് ജോ ബൈഡൻ. വെടിനിർത്തലിനു വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചു. എല്ലാ തടവുകാരെയും വീടുകളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും ജോ ബൈഡൻ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ധ്യാനം ഉടൻ പൂർത്തിയാകും. ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്ക് മടങ്ങും. പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കുക 45 മണിക്കൂർ. സ്വാതി മലിവാൾ കേസിൽ വിഭവ് കുമാർ റിമാൻഡിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഡൽഹി ടിസ് ഹസാരി കോടതി. T20 ലോകകപ്പിന് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക കാനഡയെ നേരിടും. മത്സരം രാവിലെ 6 മണിക്ക് ടെക്സസിൽ. ഇന്ത്യക്ക് ഇന്ന് ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളെ ഇന്നറിയാം. ഫൈനലിൽ റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെ നേരിടും. 15ാം കിരീടം ലക്ഷ്യമിട്ടു റയൽ. മത്സരം ഇന്ന് അർദ്ധരാത്രി 12:30 വെംബ്ലി. ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിക്കുമെന്ന് റിപ്പോർട്ട്. IPL കിരീട നേട്ടത്തിന് ശേഷം ജയ്ഷാ ചർച്ച നടത്തിയതായും BCCI വൃത്തങ്ങൾ. ഗംഭീർ പരിശീലകനായി എത്തുക ലോകകപ്പിന് ശേഷം ദ്രാവിഡിന്റെ പകരക്കാരനായി. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മത്സരം ഇന്ന് രാത്രി 8 മണിക്ക്. ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരമാണ്.